വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ ഇറക്കിയത്? എന്തുകൊണ്ട് അള്ളാഹുവിന് മറ്റൊരു ഭാഷയിൽ ഖുർആൻ ഇറക്കിക്കൂടായിരുന്നു എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ നവനാസ്തികരിൽ നിന്നും സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. ഖുർആൻ അവതരിച്ച ഘട്ടത്തിൽ ഇന്നുള്ള പല ഭാഷകളും ഉത്ഭവിച്ചിട്ടില്ല. ഉണ്ടായിരുന്ന ഭാഷകളിൽ പലതും ശൈശവദശയിലായിരുന്നു. എന്നാൽ അറബി ഭാഷ സമ്പൂർണ്ണ വളർച്ചയെത്തിയിരിക്കുന്നതായിരുന്നു. ഇത്തരം ഭാഷകൾ കാലാന്തരമായി വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറബി ഭാഷ ഇനി അടിസ്ഥാനപരമായി വികസിക്കാനില്ല. ഇതര ഭാഷകളിൽ നിന്നുള്ള പദങ്ങളും പ്രയോഗങ്ങളും തിരികെ കയറ്റി അറബിയുടെ തനിമ നശിപ്പിക്കലാണ് ഇന്ന് നടക്കുന്ന ഭാഷാ വികസനം. ഇതര ഭാഷകളിൽ 200-300 വർഷങ്ങൾക്കു മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇന്ന് വായനായോഗ്യമല്ല. വായിക്കാൻ ശ്രമിച്ചാൽ പോലും ആശയം ഗ്രഹിക്കാൻ സാധ്യമല്ല. കാരണം അവയിലെ പദങ്ങൾ, പ്രയോഗങ്ങൾ, വാക്യഘടന, ശൈലി എന്നിവ പഴഞ്ചനും ദുർഗ്രാഹ്യവുമാണ്. അറബി ഭാഷയുടെ അവസ്ഥ ഇതല്ല. അറബിയിലെ ഏറ്റവും മികച്ച സാഹിത്യ സൃഷ്ടികൾ ജാഹിലിയ കാലത്തും ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിലുമാണ് ഉണ്ടായിരുന്നത്. ചുരുക്കത്തിൽ അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടവും സമ്പൂർണ്ണ ഘട്ടവും ഖുർആൻ അവതരിക്കുമ്പോഴായിരുന്നു. പിന്നീട് അറബി സാഹിത്യം ദൗർബല്യപ്പെടുകയും ശോഷിക്കുകയുമാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് അറബി ഭാഷ തിരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളെല്ലാം ഇതുകൊണ്ടൊക്കെയായിരിക്കാം.